പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്താൽ പൊട്ടും. എങ്ങനെ ഉണ്ടാകും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. കാരണം അന്ന് പൊട്ടിച്ചപ്പം അപ്പം ഇവനാണ് നമ്മുടെ എയർ ബാഗ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ 3 വർഷം മുമ്പ്, കൃത്യം പറയാനാണെങ്കിൽ 2023 മാർച്ചിൽ തന്നെ ഞാനൊരു എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ചെയ്തത് ഒരു ഓൾട്ടോ കേറ്റൻ്റെ എയർ ബാഗായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു സീറ്റ് എയർ ബാഗാണ്. അതായത് അന്ന് സീറ്റ് എയർ ബാഗ് ഒന്നും അത്രയും വലിയ ഫെമിലിയർ അല്ലെങ്കിൽ ഇന്ന് സീറ്റ് എയർ ബാഗ്സ് നമുക്ക് എല്ലാം നല്ല ഫെമിലിയറാണ്. അതായത് നമ്മുടെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിലെയും സീറ്റിൽ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്. ഈ എയർ ബാഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കിയാലോ. യെസ്, അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റിൻ്റെ എയർ ബാഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ സീറ്റിനകത്തിരിക്കുന്ന എയർ ബാഗ് ഈ കാണുന്ന മുതലാണ്. ഇവനെയാണ് നമ്മളിന്ന് പൊട്ടിക്കാൻ പോകുന്നത്, അഥവാ ഇവനെയാണ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എങ്ങനെയിരിക്കും ഇവനൊന്ന് പൊട്ടിയാൽ, അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ബേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ ഇട്ടാണ് ഞാനിത് പൊട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ എയർ ബാഗ് ഈ കാണുന്ന വൈസെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വൈസ് ഞാനൊരു പൈപ്പിലോട്ട് ചുമ്മാ ഇവിടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് പൊട്ടാൻ പോകുന്ന ആൾ. അപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണക്ഷൻ കൊടുക്കും. അതിനു മുമ്പ് ഞാനിവിടെ ചുറ്റും ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ വെച്ച് നമ്മളിതിൻ്റെ വിഷ്വൽ, അതായത് എങ്ങനെയാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒപ്പിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്കിതിൻ്റെ വയർ കണക്ഷനെ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ആരും ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ, ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൻ പൊട്ടാൻ വേണ്ടിയിട്ട് അഥവാ എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക് എനർജി മാത്രം മതി. ഒരു സ്റ്റാറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വോൾട്ടേജ്, ഒരു 5 വോൾട്ടൊക്കെ നമുക്ക് കൂട്ടാം. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അതിലും കൂടുതൽ പവർ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ക്യാപ്പിട്ടാണ് നല്ല ക്ലിയർ ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിതിപ്പോൾ തുറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വയറ് ഞാനിത് ജസ്റ്റ് കൈയൊന്ന് കയറ്റിയിട്ട് ചിലപ്പം ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കറണ്ട് മതി. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ടബിൾ ചാർജർ യൂസ് ചെയ്താണ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കപ്ലർ ഇവിടുന്ന് കട്ട് ചെയ്യാണ്. കപ്ലർ കട്ട് ചെയ്തതിന് ശേഷം ചാർജറിലോട്ട് കണക്ട് ചെയ്താണ് പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ വയറ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്പീക്കർ വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ വയറൊക്കെ തന്നെ ധാരാളമാണ്. ഇത് വെച്ച് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. നമ്മളിതൊരു USB കണക്ട് ചെയ്യുന്ന ഈ ഒരു വയർ, അതൊരു A to B ടൈപ്പ് മാറ്റി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് A ടൈപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇതാണ് നമ്മൾ പോർട്ടബിൾ ചാർജിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് 4 ലൈൻസാണ് സാധാരണ വരുന്നത്. ഇനി ഇത് ചാർജിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ 2 ലൈനേ വരത്തുള്ളൂ. പിന്നെ നമുക്കവിടെ കൺഫ്യൂഷൻ അടിക്കേണ്ടി വരുന്നില്ല. യെസ്, 2 ഉള്ളൂ. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് മാത്രം വരുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഡാറ്റ പർപ്പസിന് വേണ്ടിയുള്ളതല്ല, റെഡ് ആൻഡ് ബ്ലാക്ക് മാത്രം വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 2 കളേഴ്സ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഫുൾ യെല്ലോയും വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് വരുന്നതാണ് എർത്തും കൂടെ വരുന്നത്, അതായത് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഞാനിവിടെ റെഡിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കത് കണക്ട് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ടെമ്പററി സെറ്റപ്പ് മാത്രമാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞാനിത് കണക്ട് ചെയ്തു, USB-ലോട്ട് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവനെ നേരെ നമ്മൾ ഈ പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്താൽ പൊട്ടും. ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. അപ്പോൾ ഈ വയറിൻ്റെ ലെങ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഈ ഒരു ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് കുറച്ച് ദൂരം മാറി ഞാൻ ഇവിടെ നിന്നാണ് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ഉണ്ടാകും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. കാരണം അന്ന് പൊട്ടിച്ചപ്പം വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ചെറിയൊരു സൗണ്ടൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അപ്പുറത്ത് നിന്ന് പപ്പയൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എനിക്കറിയില്ല. ഇത്രയും ക്യാമറാസ് നമുക്ക് റെക്കോർഡിങ്ങിനുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. എല്ലാ ക്യാമറാസും ഇപ്പോൾ ഓണാണ്. നമ്മുടെ സംഭവം അവിടെ സെറ്റാണ്. ഞാൻ ഇവിടെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. എന്ത് പറ്റും, എങ്ങനെ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. പൊട്ടിത്തെറിച്ച് പോവോ, ആ ക്ലാമ്പൻ തെറിച്ച് പോവോ, ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഞാൻ ഈശ്വരനോർത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തീർന്നു. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എയർ ബാഗ് പൊട്ടിത്തെറിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? കാരണം നിങ്ങൾ ഓർത്തോണം, ജസ്റ്റ് ഞാനൊന്ന് കണക്ട് ചെയ്തപ്പോൾ ആ വന്നൊരു ഇമ്പാക്റ്റ്, ഈ ഒരു ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇങ്ങനൊരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത്
അവിടെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണെന്നറിയോ? പലരും ചെയ്യുന്നൊരു കാര്യം, സീറ്റ് കവറിൽ നല്ല ടൈറ്റ് സ്റ്റിച്ച് ഒക്കെ ഇട്ട് സീറ്റ് കവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകുന്നതിന് പകരം നമ്മുടെ ചങ്കത്തോട്ടോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവാം. എന്തായാലും നോക്കാം അവിടെ. കം 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 കം. അപ്പം ദേ ഇവനാണ് നമ്മുടെ എയർ ബാഗ്. ഓക്കെ, എപ്പിടി കിടുവല്ലേ? ഇത്രയും സാധനമാണ് നമ്മുടെ സൈഡിൽ നിന്ന് പോയത്. ഇതിപ്പം ഈ ഒരു ക്ലാമ്പിൽ മാത്രം ഇതിൻ്റെ പിടുത്തമുള്ളായിരുന്നു. അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് നിലവിൽ ഇത് പുറത്തോട്ട് ചാടിപ്പോയത്. അല്ലായിരുന്നു ഇത് പുറത്തോട്ട് ചാടി പോകത്തില്ലായിരുന്നു. പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി എയർ ബാഗ് കണ്ടിട്ടില്ലത് ആരും പറയരുത്, ഇവരാണ് നമ്മുടെ സീറ്റിൻ്റെ എയർ ബാഗ്. സാധാരണ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വയറിംഗ് ഹാർനസ് കിറ്റ് ഉൾപ്പെടെ അത് മാറാറാണ് പതിവതേണ്ടേ. ഇതാണ് അതിൻ്റെ വയറിംഗ് ഹാർനസ് കിറ്റ്, കണ്ടോ? ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ മാറി വിടണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, ഇതെല്ലാം ഹീറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായത്. ഈ ഭാഗമൊക്കെ നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാഗിനകത്ത് നമ്മുടെ പൊട്ടിയ സാധനമൊക്കെ ഇവിടെ കിടപ്പുണ്ട്, നല്ല ചൂടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഐറ്റം. ഇനി കണ്ടില്ലെന്നാരും പറയരുത്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സീറ്റ് എയർ ബാഗ്. നമ്മൾ ആ കണ്ട ചുരുണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതെ അവനാണ് വലുതായപ്പോൾ ഇതായ അവൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ വേറെ വയറിംഗ് കിറ്റിനൊന്നും പ്രശ്നമൊന്നുമില്ല, ഇത് മാത്രമുള്ള പ്രശ്നം. പിന്നെ നമ്മൾ വെച്ചതിൻ്റെ ചില പോരായ്മകൾ കൊണ്ട് പുറത്തോട്ട് ചാടിയെന്നുള്ള, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഇവൻ ഇങ്ങനെ വേണ്ട ഇൻഫ്ലേറ്റ് ആയി ഇരുന്നേനെ. അതായത് ഇതിപ്പം ഇത്രയും ഭാഗമാണ് ശരിക്കും നമ്മുടെ സീറ്റിൻ്റെ പുറത്തോട്ട് വരുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട്, അതായത് ഡോറിലൊക്കെയാണ് ഈ ഇമ്പാക്ട് സെൻസർ വരുന്നത്. ഡോറിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ആ ഇമ്പാക്റ്റ് നമ്മുടെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റാണ് ഈ കാണുന്ന സീറ്റ് എയർ ബാഗ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഒരു എയർ ബാഗ് നമ്മുടെ ഉറ്റ സുഹൃത്ത്, അതായത് നമ്മളെ ചങ്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. പേരോ കാര്യങ്ങളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഏതായാലും ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ? അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക.